നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു പോസ്റ്റർ മേക്കറിനെ കുറിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നോർമലി നമ്മൾ നമ്മുടെ കുട്ടികളുടെ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ നമ്മളൊരു പോസ്റ്റർ ഉണ്ടാക്കാറുണ്ട്. ഇതേപോലെയുള്ള പോസ്റ്ററാണ് നോർമലി നമ്മൾ ഉണ്ടാക്കാറുള്ളത്, അല്ലെങ്കിൽ വേറെ രൂപത്തിലുള്ളത്. നമുക്ക് നല്ല രൂപത്തിലുള്ള ഒരു അടിപൊളി പോസ്റ്റർ നമ്മൾ സ്റ്റാറ്റസ് വെക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് സൂപ്പറായിട്ട് ഈ കാണുന്ന പോലെ ആ ഫോട്ടോ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ കാണുന്ന പോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ സിമ്പിളായിട്ട് നമുക്ക് പോസ്റ്റർ ഈ ഒരു ആപ്പ് വെച്ച് ഉണ്ടാക്കാൻ കഴിയും. വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കാൻ കഴിയും. നോർമലി നമ്മൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പലരുടെയും സഹായം തേടാനാണ് പതിവ്. ഇത് നമുക്ക് തന്നെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് പോസ്റ്റർ ഉണ്ടാക്കാം. ഇത് വെറും പോസ്റ്റർ ഉണ്ടാക്കാനുള്ള ആപ്പ് മാത്രമല്ല, ഒരു സ്റ്റാറ്റസ് ഇടാനുള്ള പോസ്റ്റർ ഉണ്ടാക്കാനുള്ള ആപ്പ് മാത്രമല്ല, ഫേസ്ബുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി, ഇൻസ്റ്റാഗ്രാം സ്റ്റോർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും പ്രോഗ്രാമിൻ്റെ പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി ഈ ഒരു ആപ്പ് നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ പ്രത്യേകത, നമ്മളൊരു ഡിസൈനിങ് പഠിക്കൊന്നും വേണ്ട. ഇത് ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഈ ഒരു ടെംപ്ലേറ്റ് വെച്ച് സിമ്പിളായിട്ട് അതിൽ നമ്മുടെ ഇമേജ് ആഡ് ചെയ്ത് ആ ഡിസൈനിങ്ങിൽ മാറ്റം വരുത്തി നമുക്ക് സിമ്പിളായിട്ട് പോസ്റ്റർ ഉണ്ടാക്കാം. അപ്പോൾ ഈ ആപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നു നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഈ കാണുന്ന ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ പറ്റുക. ഇത് ഒരുപാട് ടെംപ്ലേറ്റുകളാണ്. ഇതിൽ ഏത് ടെംപ്ലേറ്റ് രൂപത്തിലും നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ഇമേജ് തയ്യാറാക്കാം. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇവിടെ താഴെ ടെംപ്ലേറ്റ്, കളക്ഷൻ, മൈ സ്റ്റോറി എന്നുള്ള 3 ഓപ്ഷനിൽ കാണാൻ പറ്റും. ഈ മൈ സ്റ്റോറിയിൽ നേരത്തെ ഞാൻ തയ്യാറാക്കിയ ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരത്തെ ഞാൻ തയ്യാറാക്കിയതാണ്. ഇതുപോലെയാണ് നമ്മൾ സ്റ്റാറ്റസ് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ടെംപ്ലേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള, ഞാനിവിടെ സമ്മർ എന്നുള്ള കാറ്റഗറിയിൽ ടെംപ്ലേറ്റ് ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഏത് രൂപത്തിലുള്ളതാണ് നമുക്ക് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. ഞാനിത് ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ ഈ കാണുന്ന രൂപത്തിലാവുമ്പോൾ ഇവിടെ സെൻറ്ററിൽ ഒരു പ്ലസ് ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഗാലറിയിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇമേജുകൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഓക്കെ കൊടുത്തു. നമുക്ക് ഇമേജിൻ്റെ പൊസിഷൻ ആവശ്യമുള്ള രൂപത്തേക്ക് മാറ്റി കൊടുക്കാം. ഇവിടെ ബെസ്റ്റ് സമ്മർ ട്രിപ്പ് എന്നുള്ള ഒരു ക്യാപ്ഷൻ താഴെയുണ്ട്. നോർമലി നമുക്ക് ബർത്ത്ഡേ ആണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ബെസ്റ്റ് വിൻ്റർ ട്രിപ്പ് എന്നാക്കി കൊടുത്തു. കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിൽ ഇവിടെ ഒരു ആരോ കീ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സേവ് ടു ആൽബം എന്ന് കൊടുക്കുക. നമ്മുടെ ഗാലറിയിൽ സേവ് ആയി കഴിഞ്ഞു. ഇത് നമുക്ക് ഷെയർ ചെയ്യാം. ഇവിടെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. ആവശ്യമുള്ള സ്റ്റിക്കർ എവിടെയെങ്കിലും വേണമെങ്കിൽ അതൊക്കെ എവിടെയാണോ വേണ്ടത് ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഫോണ്ടിൻ്റെ ഈ ഒരു എഴുതിയ ഒരു ടെക്സ്റ്റിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് ചെയ്യാം. കളറൊക്കെ മാറ്റം വരുത്താം. ഇവിടെ ഇതിൻ്റെയൊക്കെ കളർ ആവശ്യമുള്ള രൂപത്തിൽ ഇതിനൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത സംഭവത്തിൻ്റെ കളർ മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ അഡീഷണലായിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ആപ്പ് പരിചയപ്പെടുത്താണ് ചെയ്തിട്ടുള്ളത്. ഇനി ആപ്പ് ഏതാണ് എന്ന് നോക്കാം. പ്ലേ സ്റ്റോറിൽ പോയി സ്റ്റോറി ആർട്ട് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ കാണുന്ന ഒരു ആപ്പ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ആപ്പ് ഉപയോഗിച്ച് ഈ പറയുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.